ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ ആരോപിച്ചു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തട്ടിപ്പിനിരയായവരുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നാരോപിച്ച് പരാതിക്കാർ തൃത്താല പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. ഞാങ്ങാട്ടി മാട്ടായിയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളും ആരോപണവും ഉയർന്നത്. CPMന്റെ നിയന്ത്രണത്തിലാണ് സ്ഥാപനത്തിൽ നിക്ഷേപ തുക പിൻവലിക്കാനെത്തിയപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചിരുന്നു. ഇതോടെയാണ് ആശങ്ക പടർന്നത്. ക്രമക്കേട് പുറത്തായതോടെ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തി. നിരവധി പേരുടെ പണം നഷ്ടമായെങ്കിലും കുറച്ചാളുകളുടെ പരാതി മാത്രമാണ് പോലീസ് സ്വീകരിക്കാൻ തയ്യാറായതെന്നാണ് പരാതി. ആളുകൾ കംപ്ലൈനൻസ് ആണ്, എല്ലാം പാവപ്പെട്ട ആളുകളാണ്, ഒരു ഒട്ടും നിവൃത്തിയില്ലാത്ത ആളുകളാണ്. വലിയ ലക്ഷങ്ങളും കോടികളും കയ്യിലുണ്ടായത് പോയിട്ട് ആളുകളല്ല. ചികിത്സയ്ക്ക് വേണ്ട പൈസ, കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട പൈസ, കല്യാണത്തിന് വേണ്ട പൈസ, പെൻഷൻ പൈസ, 25,000, 30,000, ക്യാൻസർ പേഷ്യന്റ് പൈസ, വലിയ ക്രൂരതയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ പോലീസ് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ മൊത്തം സിസ്റ്റം, അപ്പൊ ആരാണോ, പോലീസാണോ, സഹകരണ വകുപ്പാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. മുഴുവൻ പരാതികളും സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പോലീസ് പരാതി സ്വീകരിക്കുന്നില്ലെന്നും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ പരാതിക്കാർ തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തി പ്രതിഷേധിച്ചത്. CPMന്റെ നേതാക്കന്മാരായിട്ടുള്ള അവരുടെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നതായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തവണ പരാതിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലീസിനെ സമീപിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ. ഇതിൽ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്യാൻ തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തേണ്ടി വന്നു. അപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ അവിടെ ബാങ്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാതി സ്വീകരിച്ച് FIR ഇടാൻ പോലീസ് തയ്യാറായത്. ഇവിടെ 10-ലേറെ പരാതിക്കാരുണ്ട്. ഇത് ചീറ്റിംഗ്, അതിന് വിധേയരായിട്ടുള്ള ഏറ്റവും സാധാരണക്കാർ പലരും അവരുടെ പെൻഷൻ കാശ് നിക്ഷേപിച്ചിട്ടുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് നാട്ടുകാർ പിരിച്ചു നൽകിയ സഹായധന അടക്കം ഇതിൽ നിക്ഷേപിച്ചിട്ട് അതൊന്നും ഉപകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ഈ ക്രമക്കേടിന് വിധേയമായിരിക്കുകയാണ്. കോടികളുടെ വെട്ടിപ്പാണ് CPMന്റെ നേതാക്കന്മാർ, അതിൽ CPMന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ അടക്കമുണ്ട്. പിന്നീട് മുഴുവൻ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതായി പരാതിക്കാർ പറഞ്ഞു. ക്രമക്കേട് കണ്ടെത്തി പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് 5 മാസമായി സഹകരണ സംഘം അടഞ്ഞുകിടക്കുകയാണ്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.